അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളം പതിവ് തിരക്കിലായിരുന്നു. ലണ്ടനിലേക്ക് പറക്കാനൊരുങ്ങിയ എയർ ഇന്ത്യയുടെ B171 ഫ്ലൈറ്റിൽ രമേഷ് കുമാർ യാത്രയ്ക്കായിരുന്നു. 45 വയസ്സുള്ള എഞ്ചിനീയർ രമേഷ് ലണ്ടനിൽ കാത്തിരിക്കുന്ന മകൾക്കായി വാങ്ങിയ കളിപ്പാട്ടം ബാഗിൽ ഭദ്രമാണെന്ന് വീണ്ടും പരിശോധിച്ചു. ഭാര്യ ഗായത്രിയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു. യാത്ര പറഞ്ഞ് 1 മണിക്കൂർ പോലും കഴിഞ്ഞിരുന്നില്ല. വിമാനം കുതിച്ചു. താഴെയുള്ള കാഴ്ചകൾ ചെറുതായി മാറുമ്പോൾ രമേഷ് ജനലിലൂടെ നോക്കി. പെട്ടെന്ന് വിമാനം കുലുങ്ങി. എഞ്ചിനിൽ നിന്ന് വലിയ ശബ്ദം ഉയർന്നു. യാത്രക്കാർ നിലവിളിച്ചു. പൈലറ്റുമാർ വിമാനം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. എന്നാൽ വിമാനം അടിയന്തിരമായി താഴേക്ക് പതിക്കുകയായിരുന്നു. കാബിനകത്ത് എല്ലാം ചിതറിത്തെറിച്ചു. രക്ഷപ്പെടാനുള്ള ചിന്ത മാത്രമേ രമേഷിന് അവശേഷിച്ചിരുന്നുള്ളൂ. സീറ്റ് ബെൽറ്റ് അഴിച്ച് അദ്ദേഹം എമർജൻസി എക്സിറ്റിലേക്ക് പാഞ്ഞു. ഭയം തുളുമ്പുന്ന ആ നിമിഷത്തിൽ അദ്ദേഹം വാതിൽ തുറന്ന് പുറത്തേക്ക് ചാടി. വിമാനം തീകൊളുത്തുമ്പോൾ അദ്ദേഹത്തിന് ലോകം നിശ്ചലമായതായി തോന്നി. രക്ഷാപ്രവർത്തകർ എത്തി. അപകടസ്ഥലത്ത് വ്യാപകമായ നാശം. ആശുപത്രിയിൽ കണ്ണു തുറക്കുന്നുവോളം രമേഷ് അറിയുന്നില്ലായിരുന്നു താൻ ജീവിച്ചിരിക്കാമെന്ന്. ഡോക്ടർ അറിയിച്ചു, നിങ്ങൾ മാത്രം രക്ഷപ്പെട്ടു, അതൊരു അത്ഭുതം തന്നെയായിരുന്നു. ചിരിക്കണോ കരയണോ എന്നറിയാതെ രമേഷ് നിലത്തു വീണുപോയവരെ ഓർത്തു. അഹമ്മദാബാദ് നഗരം ഈ ദുരന്തത്തിൽ ഞെട്ടി. ദേശമാകെ ദുരന്ത വാർത്തകൾ നിറഞ്ഞു. എന്നാൽ രമേഷിന്റെ അതിജീവനം എല്ലാവർക്കും പ്രതീക്ഷയുടെ ഒരു ചെറു വെളിച്ചമായി മാറി. രമേഷ് പിന്നീട് ജീവൻ ഒരു സമ്മാനമാണെന്ന് തിരിച്ചറിഞ്ഞു.